ഓൺലൈൻ ട്രേഡിംഗിലൂടെ വൻതുക ലാഭം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് 45 ലക്ഷം രൂപ തട്ടിയെടുത്ത യുവതി അറസ്റ്റിലായി. പാലക്കാട് കവലക്കോട് സ്വദേശിനിയായ കീഴ്പ്പാട ഹൗസിൽ 30 വയസ്സുള്ള ഹരിതകൃഷ്ണയെയാണ് ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന അക്യുമെൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഇന്ത്യ ലിമിറ്റഡ് എന്ന ട്രേഡിംഗ് സ്ഥാപനത്തിലെ ഫ്രാഞ്ചൈസിയാണെന്ന് ധരിപ്പിച്ച് ആറ്റിങ്ങൽ ഇടയ്ക്കോട് സ്വദേശിയായ കിരൺകുമാർ എന്നയാളിൽ നിന്നും പണം തട്ടിയെടുക്കുകയായിരുന്നു. ഷെയർ മാർക്കറ്റിംഗിലൂടെയും ഓൺലൈൻ ട്രേഡിംഗും നടത്തി ലാഭം നൽകാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് 45 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് യുവതി അറസ്റ്റിലായത്. 2022 ഏപ്രിൽ മാസം 30-ാം തീയതിയാണ് ഓൺലൈൻ ട്രേഡിംഗിലൂടെ ലാഭമുണ്ടാക്കാമെന്ന് പറഞ്ഞ് യുവാവിന്റെ വിശ്വാസം നേടിയെടുത്തതിനു ശേഷം കബളിപ്പിക്കുകയായിരുന്നു. പ്രതി യുവാവിന്റെ ആറ്റിങ്ങൽ ഉരുപ്പൊയ്കയിലുള്ള വീട്ടിലെത്തിയാണ് തട്ടിപ്പിന് കളമൊരുക്കിയത്. 45 ലക്ഷം രൂപയും ബാങ്ക് വഴിയാണ് യുവതിക്ക് നൽകിയത്. പണം നൽകി 8 മാസം കഴിഞ്ഞിട്ടും യുവതിക്ക് നൽകിയ പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് യുവാവ് ആറ്റിങ്ങൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. യുവതിക്കെതിരെ ആറ്റിങ്ങൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തുവെന്നറിഞ്ഞതു മുതൽ പ്രതി ഒളിവിൽ പോകുകയും ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും ജാമ്യാപേക്ഷ നൽകിയെങ്കിലും കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് പ്രതി ഒളിവിൽ തന്നെ തുടരുകയായിരുന്നു. 3 വർഷക്കാലം അഹമ്മദാബാദിലും ബാംഗ്ലൂരിലുമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി ഈ സമീപകാലത്ത് കൊച്ചിയിൽ എത്തിയെന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആറ്റിങ്ങൽ പോലീസ് കൊച്ചിയിലെത്തി യുവതിക്കായി വലവിരിച്ചു. ജില്ലാ പോലീസ് മേധാവി സുദർശൻ IPSന്റെ നിർദ്ദേശപ്രകാരം ആറ്റിങ്ങൽ SHO ഗോപകുമാർ G, SI ജിഷ്ണു MS, പ്രശാന്ത് S, P പ്രശാന്ത് S, CPO അഞ്ജന എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ഓൺലൈൻ ട്രേഡിംഗിലൂടെ കൂടുതൽ ലാഭമുണ്ടാക്കാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് കേരളത്തിനകത്തും പുറത്തുമായി നിരവധി പേരെ കബളിപ്പിച്ചിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ വരാൻ സാധ്യതയുണ്ടെന്നും ആറ്റിങ്ങൽ പോലീസ് അറിയിച്ചു. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ബീക്കൺ ന്യൂസ്, ആറ്റിങ്ങൽ.